എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സെക്കൻഡ് ഹാൻഡ് EVയുടെ മാർക്കറ്റിനെ പറ്റിയും അത് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡായിട്ട് വണ്ടി EV കൊടുക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ വില കിട്ടും എന്നീ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സെക്കൻഡ് ഹാൻഡ് EV എടുക്കുന്ന ആൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന EVയുടെ പ്രൈസിങ് ആയിരിക്കും. കാരണം EVയുടെ പ്രൈസിങ് ഒരു 40-60% കട്ട് ഓഫ് നമ്മൾ വരുന്നുണ്ട്. IC എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കൊരു മാർക്കറ്റ് പുറകോട്ടാണ് EVയുടേത്. അത് EVക്ക് ഒരുപാട് അൺസർട്ടണിറ്റീസ് ഉള്ളതുകൊണ്ടാണ്. അതുപോലെ EV എടുക്കുന്ന ആൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് നോക്കുക. അതുപോലെ തന്നെ ഓണറിൻ്റെ ഡ്രൈവിംഗ് പാറ്റേൺ, അതുപോലെ എല്ലാ ചാർജിങ്ങും ഫുള്ളാണോ ചെയ്യുന്നത്, അതുപോലെ സ്ലോ ആണോ ഫാസ്റ്റ് ആണോ കൂടുതൽ പുള്ളി ഓപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ ഓടിച്ച് നോക്കുക. പക്ഷേ ഓടിച്ച് നോക്കിയാൽ നമുക്ക് വേറെ നോയ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ഫീൽ ചെയ്യില്ല. ഓടിച്ച് നോക്കുമ്പോൾ ഒരു 90%, 80% ഒക്കെ ആയിരിക്കും നോർമലി നമ്മൾ ഓടിക്കാൻ ചെല്ലുമ്പോൾ ആ വണ്ടിക്ക് ഉണ്ടായിരിക്കുന്ന പെർസെൻറ്റേജ്. ആ പെർസെൻറ്റേജിൽ ഓടിക്കാൻ ശ്രമിക്കുക. അതുപോലെ കുറഞ്ഞ പെർസെൻറ്റേജിൽ ഓടിച്ച് വണ്ടി എടുക്കാൻ ശ്രമിക്കുക. കാരണം കുറഞ്ഞ പെർസെൻറ്റേജിലാണ് നോർമലി ബാറ്ററിക്ക് കംപ്ലൈൻറ്റുകൾ കാണിക്കുന്നത്. EVയുടെ ബാറ്ററികൾ നോർമലി 3 to 4 ഇയേഴ്സിന് തൊട്ട് ഡീഗ്രഡേഷൻ തുടങ്ങും. അപ്പം നമ്മൾ അതിലും ഒരുപാട് പുറകോട്ട് പോയ വണ്ടികൾ എടുക്കാതിരിക്കുമായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. വാറണ്ടി ഇല്ലാത്ത വണ്ടി ഒരു കാരണവശാലും എടുക്കരുതെന്ന് പറയുമ്പോൾ എൻ്റെ വണ്ടിയും വാറണ്ടി കഴിഞ്ഞാണ്. പക്ഷേ കാരണം വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം വെച്ചാൽ ബാറ്ററിക്ക് റിപ്പയറിങ് കോസ്റ്റ് നല്ലപോലെ ഉണ്ട്. അതുപോലെ പാർട്സിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ അതും നല്ലപോലെ നമ്മുടെ ഫിനാൻസിനെ ബാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ EV പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ EV എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരുടെ നിന്ന് വണ്ടി എടുക്കാൻ ശ്രമിക്കുക. അത് ഏജൻസി ആയിക്കോട്ടെ, പ്രൈവറ്റ് പാർട്ടികളായിക്കോട്ടെ, നല്ല ആൾക്കാരിൽ നിന്ന് തന്നെ വണ്ടി എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ EV വണ്ടി കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ മെയിനായിട്ട് ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അവർ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അവർ നമ്മുടെ കമ്പനി വണ്ടി ഇറക്കുന്ന സമയത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ തരുമല്ലോ. ആപ്ലിക്കേഷൻ നോർമലി എല്ലാ കമ്പനികൾക്കും 1-2 വർഷമൊക്കെ ആയിരിക്കും ചിലപ്പം കാലാവധി ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞാൽ നമ്മളത് കാശ് കൊടുത്ത് മേടിക്കണം. അപ്പം നമ്മളത് കാശ് കൊടുത്തൊരെണ്ണം മേടിക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നാൾ ഓടിക്കുക. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺസും ചാർജിങ് പാറ്റേൺസും എല്ലാം രജിസ്റ്റർ ആവും. അപ്പോൾ ഒരാളെ കാണിക്കുമ്പോൾ നമുക്ക് അയാളെ കൺവിൻസ് ചെയ്യാൻ ഇതുപോലെയാണ് നമ്മൾ ചാർജ് ചെയ്തേക്കുന്നത്, എല്ലാം 100% ആക്കിയിട്ടുണ്ട്. അതുപോലെ സ്ലോ ചാർജും ഫാസ്റ്റ് ചാർജും മിക്സ് ചെയ്തിട്ടുള്ള പാറ്റേണാണ് സ്വീകരിച്ചേക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. EV മാർക്കറ്റ് മെയിനായിട്ട് തകർക്കുന്നത് മാനുഫാക്ചേഴ്സ് തന്നെയാണ്. ഈ എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ വണ്ടി ടാറ്റ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. ടാറ്റക്കാരെന്നാ ചെയ്യുന്നത് ചോദിച്ചാൽ അവർ പുതിയൊരു വണ്ടി ലോഞ്ച് ചെയ്യുമ്പോൾ പഴയ വണ്ടിയുടെ വില അടിപടലെ എടുത്ത് ദൂരോട്ട് കളഞ്ഞിട്ട് പുതിയ വണ്ടി ലോഞ്ച് ചെയ്യും. അപ്പോൾ എന്നാ സംഭവിക്കുന്നത്, പഴയ വണ്ടി സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എടുക്കേണ്ട ആരുമില്ല. കാരണം അതിന് നമ്മൾ സെക്കൻഡ് ഹാൻഡിന് പറയുന്ന വിലയ്ക്ക് പുതിയ വണ്ടി കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മാനുഫാക്ചേഴ്സ് ശ്രദ്ധിച്ചാൽ കുറേയും കൂടെ EV മാർക്കറ്റ് സ്ട്രോങ് ആക്കി പിടിച്ച് നിർത്താൻ പറ്റും. അപ്പം നമ്മൾ വണ്ടി കൊടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ ആപ്പ് സെറ്റാക്കി വെക്കുക. എന്നിട്ട് അത് വെച്ച് നമ്മൾ കുറച്ച് നാൾ ഓടിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പാറ്റേൺസ് രജിസ്റ്റേർഡ് ആവും. അതുപോലെ തന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും വാറണ്ടി എക്സ്റ്റൻഡഡ് നോർമൽ വാറണ്ടി തീരാറായി നിങ്ങൾ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമലായിട്ടുള്ള ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്ത് വെക്കുക വണ്ടിക്ക്. കാരണം വെച്ചാൽ വാറണ്ടി തീർന്ന വണ്ടികളൊക്കെ എടുക്കാൻ ആൾക്കാർ മടിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് എടുക്കുന്ന ആളാണെങ്കിൽ പോലും വണ്ടി ഒന്ന് പൊക്കി അടിയിലൊക്കെ ഒന്ന് കയറി നോക്കാൻ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ശ്രമിക്കുക. കാരണം വെച്ചാൽ ബാറ്ററി പാക്കിൻ്റെ ട്രേ ഒക്കെ ചളങ്ങിയിരിക്കുകയാണെങ്കിൽ കമ്പനികൾ വാറണ്ടി നിഷേധിക്കും. അത് പിന്നെ നമ്മൾ ഇൻഷുറൻസിൽ മാറേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമ്മൾ വണ്ടി സെക്കൻഡ് ഹാൻഡ് EV എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തീർത്തും ഓട്ടോ ഇല്ലാത്ത EV എടുക്കാതിരിക്കുക തന്നെയായിരിക്കും കുറേ കൂടെ. കാരണം വെച്ചാൽ EV ഓടിയാൽ തന്നെ പകുതി കംപ്ലൈൻറ്റ് കുറയുന്നതായിട്ടാണ് കണ്ടേക്കുന്നത്. EVക്ക് വില പറയുന്നതാണ് EVയുടെ മാർക്കറ്റിനെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആരും പോയി തലവെച്ച് കൊടുക്കാത്തതിന് കാര്യം ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. എപ്പോഴും ടെൻഷനാണ്. ഷോറൂം നമ്മളിപ്പം വിൽക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ബാറ്ററിയുടെ SOH ഒക്കെ എടുത്ത് അത് ഷോറൂമിൽ ചെന്നാൽ കിട്ടും. അതെടുത്ത് അതൊക്കെ റെഡിയാക്കി വെക്കുക. അന്നേരം നമ്മുടെ വണ്ടിക്ക് കൊടുക്കുമ്പം കുറച്ചും കൂടെ വിശ്വാസ്യത ഉണ്ടാവും ആ ഡീലിൽ. അതുപോലെ തന്നെ ചില വണ്ടികളൊക്കെ അൺലിമിറ്റഡ് വാറണ്ടി പറയുന്നുണ്ട്. പക്ഷേ ആ വാറണ്ടി സിംഗിൾ ഓണർക്ക് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഓണർ വന്നു കഴിഞ്ഞാൽ ആ വാറണ്ടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക. ഡെയിലി പുതിയ EVകൾ വരുന്നുണ്ട്. അപ്പം
അതിൻ്റെ പ്രൈസിങ്ങും കൂടെ പഠിച്ചിട്ട് സെക്കൻഡ് ഹാൻഡിലേക്ക് പോവുക. നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് കൊടുക്കുന്നതിനൊരു സെക്കൻഡ് ഹാൻഡ് എത്ര EV എന്ന് പറഞ്ഞാൽ നോർമലി ഒരു ട്രോഫിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും. ഓടിച്ച് മുതലാക്കുക എന്നുള്ളതല്ലാതെ വിറ്റ് ഒരിക്കലും അതിനകത്തുനിന്നൊരു മെച്ചം കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ഇന്നെടുത്തിട്ട് നാളെ കൊടുത്താലും അതിന് വലിയ വിലയില്ല. നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ ഡെയിലി ഇറങ്ങുന്ന വണ്ടി അഡ്വാൻസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ഈ മാർക്കറ്റ് എത്ര കണ്ട് സക്സസ്സായി, EV സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് എത്ര കണ്ട് സക്സസ്സായി മുന്നോട്ട് പോകുമെന്നുള്ളത് അറിയത്തില്ല. EVക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോഫ്റ്റ്വെയർ ബേസ്ഡാണ് വണ്ടി. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും പ്രശ്നങ്ങളും വണ്ടിക്കുണ്ട്. പോരായ്മകളെന്നല്ല, പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒത്തിരി ഓട്ടം ഉള്ളവർക്കാണെങ്കിൽ EV പ്രോഫിറ്റബിളാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ ബൈ.